കുറച്ചുകൂടി സമയം തരൂ എന്നാണ് പ്രോസിക്യൂഷൻ ഇന്ന് ഇപ്പോൾ കോടതിക്ക് മുൻപാകെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ സമയമില്ല, കോടതിക്ക് ഇന്ന് തന്നെ വിധി പറയണമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാവരും കൂടി ചെയ്ത ഗൂഢാലോചനയും കുറ്റകൃത്യവും എന്നാണ് പ്രോസിക്യൂഷൻ ഈ കൃത്യത്തെ അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തമുണ്ട്. കോടതി പറഞ്ഞിരുന്നു ഒന്നാം പ്രതി മാത്രമാണ് ബലാത്സംഗം ചെയ്തിട്ടുള്ളത് എന്ന്. അതിനെ ഖണ്ഡിക്കുന്ന രീതിയിലാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ ചോദിക്കുന്നത്. അതിജീവിത കടന്നുപോയത് കടുത്ത പ്രതിസന്ധികളിലൂടെയാണ്. ആ പ്രതിസന്ധികൾക്ക് ആധാരം ഈ പ്രതികളാണ്, ഈ 6 പ്രതികളാണ്. സമൂഹത്തിന് വേണ്ടിയാണോ വിധി എഴുതേണ്ടത് എന്ന് കോടതി മറുചോദ്യം അവിടെ ചോദിച്ചിരിക്കുകയാണ്. രൂക്ഷമായ വാദപ്രതിവാദങ്ങളാണ് കോടതിയും പ്രോസിക്യൂഷനും തമ്മിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിപ്പുണ്ടെന്ന് പ്രോസിക്യൂഷൻ അവിടെ എടുത്തു പറയുകയാണ്. യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിക്കുന്നുണ്ട് എന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുകയാണ്. കോടതി പറയുന്നു സമൂഹത്തിന് സന്ദേശം നൽകേണ്ടത് കോടതിയാണ് എന്നതുകൂടി പ്രോസിക്യൂഷൻ അവിടെ വ്യക്തമാക്കുകയാണ്. അങ്ങനെ വാദപ്രതിവാദങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിക്കുകയാണ് എന്ന് പ്രോസിക്യൂഷൻ അവിടെ കോടതിക്ക് മുൻപാകെ അറിയിക്കുന്നു. എല്ലാ പ്രതികളും തങ്ങളുടെ ഭാഗത്ത് നിന്ന് ശിക്ഷാ ഇളവ് ലഭിക്കുന്നതിനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വീട്ടിലെ കാര്യങ്ങളും വൃദ്ധരായ മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട് എന്ന കാര്യങ്ങളൊക്കെ അവിടെ വിശദീകരിക്കുകയാണ്. സഹിൻ ആന്റണി ഉണ്ട് കോടതി വളപ്പിൽ നിന്ന്. സഹിൻ, അവിടെ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ വിധിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രോസിക്യൂഷൻ ഓരോരോ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിക്കുകയാണെന്നത് കോടതിക്ക് മുൻപാകെ വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രോസിക്യൂഷൻ. തീർച്ചയായിട്ടും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ ചോദ്യമെന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയാണോ താൻ വിധി എഴുതേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഇതിൽ പ്രോസിക്യൂഷൻ പറയുന്ന മറ്റൊരു മറുപടി എന്ന് പറയുന്നത് യഥാർത്ഥ കുറ്റവാളി ഇതിൽ മറഞ്ഞിരിക്കുകയാണ് എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. സമൂഹത്തിന് സന്ദേശം നൽകേണ്ടത് പ്രോസിക്യൂഷനാണെന്ന് കോടതി പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കുറഞ്ഞ ശിക്ഷ നൽകിയാൽ സമൂഹത്തിന് മോശം സന്ദേശം അത് നൽകുമെന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞു വയ്ക്കുന്നത്. ഈ കേസ് ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു വയ്ക്കുന്നു. അതായത് കോടതിയും ഒപ്പം തന്നെ പ്രോസിക്യൂഷനും തമ്മിൽ കാര്യങ്ങൾ സംസാരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. കോടതിയോട് ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ് പ്രോസിക്യൂഷൻ. അതായത് എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണം, ഒരാൾക്കും കുറഞ്ഞ ശിക്ഷ നൽകരുത്. അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നു. കുറഞ്ഞ ശിക്ഷ നൽകിയാൽ സമൂഹത്തിന് മോശം സന്ദേശമായിരിക്കും അത് നൽകേണ്ടി വരിക. അപ്പം തന്നെ നടിക്ക് വേണ്ടി ആരെങ്കിലും ഹാജരായിട്ടുണ്ടോ എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. ഇതുവരെയും ഇന്ന് നടിയുടെ അല്ലെങ്കിൽ അതിജീവിതയുടെ അഭിഭാഷക ഉണ്ടായിരുന്നെങ്കിൽ അല്പനേരം മുൻപ് അവർ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സംസാരിക്കാനുള്ള സാധ്യത നന്നേ കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ സമൂഹത്തിന് സന്ദേശം നൽകേണ്ടത് പ്രോസിക്യൂഷനാണെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. കോടതി മറ്റൊരു കാര്യം പറഞ്ഞത് സമൂഹത്തിന് വേണ്ടിയാണോ താൻ വിധി എഴുതേണ്ടത് എന്നുള്ളത് കോടതി ചോദിക്കുകയാണ്. അതായത് ഒരു കേസിൽ വിധി എഴുതുമ്പോൾ അതിൽ സമൂഹത്തിന് പല തട്ടുകളിലായിരിക്കും, പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. ആ അഭിപ്രായങ്ങളിൽ നിന്നുകൊണ്ടല്ല കോടതി ഈ കേസിനെ നോക്കിക്കാണേണ്ടത്, കോടതി ആ കേസിൽ വിധി പറയേണ്ടത്. പക്ഷേ അവിടെയും പ്രോസിക്യൂഷന് ചില മറുപടികളുണ്ട്. പ്രോസിക്യൂഷൻ പറയുന്നത് ഇത്തരത്തിലാണ്, കുറഞ്ഞ ശിക്ഷ നൽകിയാൽ അത് സമൂഹത്തിന് മോശം സന്ദേശം നൽകും എന്നുള്ളത് പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ കോടതി തന്നെ പ്രോസിക്യൂഷനോട് പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം, പ്രോസിക്യൂഷനാണ് സമൂഹത്തിന് സന്ദേശം നൽകേണ്ടത് എന്നുള്ളത് കോടതി പറഞ്ഞു വെക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതിജീവിതയുടെ അഭിഭാഷക അല്പനേരം മുൻപ് പുറത്തു നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിജീവിതയുടെ അഭിഭാഷക ആ സമയത്ത് കോടതിയിൽ ഇല്ലായിരുന്നു. കോടതി ഇപ്പോൾ ചോദിച്ചിരുന്നു നടിക്ക് വേണ്ടി ആരെങ്കിലും ഹാജരായിട്ടുണ്ടോ, അതിജീവിതയ്ക്ക് വേണ്ടി ആരെങ്കിലും ഹാജരായിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് അതിജീവിതയുടെ അഭിഭാഷക കോടതിയിൽ ഇല്ല എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, പ്രോസിക്യൂഷൻ മാത്രമാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രോസിക്യൂഷൻ പറയുന്നത് തനിക്ക് പരമാവധി സമയം തന്നെ, തനിക്ക് വാദിക്കാൻ പരമാവധി സമയം തന്നെ എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. അപ്പോഴും കോടതി പറയുന്നത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തനിക്ക് ശിക്ഷ വിധിക്കണം, ഈ കേസിൽ ഇനി ആ സമയം തരാൻ കഴിയില്ല, ഇന്ന് ശിക്ഷ വിധിക്കേണ്ടതുണ്ട് എന്നുള്ളത് കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രോസിക്യൂഷൻ്റെ വാദം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾക്ക് മനസ്സിലാവുന്നത്. പ്രോസിക്യൂഷൻ്റെ വാദം അവസാനിച്ചിരിക്കുകയാണ്. ഇനി മറ്റ് നടപടികളിലേക്ക് കോടതിക്ക് കടക്കേണ്ടതുണ്ട്.
പ്രതികളുണ്ട്. പ്രതികളുടെ അഭിഭാഷകർക്ക് സംസാരിക്കാനുള്ള അവസരം കോടതി നൽകുമോ എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടതും. ഒപ്പം തന്നെ ഇനി മറ്റു നടപടികളിലേക്ക് കോടതി കടക്കേണ്ടതാണ്. ഇപ്പോൾ പ്രതികൾ അവരുടെ വാദം പറഞ്ഞിരിക്കുന്നു. പ്രതികൾ 6 പേരും, അതിൽ 2 പേർ പ്രദീപും ഒപ്പം തന്നെ മാർട്ടിനും കോടതിയിൽ പൊട്ടിക്കരഞ്ഞു. ഇവർ എല്ലാവരും തന്നെ പറഞ്ഞു വെച്ചത് കുടുംബത്തെക്കുറിച്ചാണ്. പ്രായമായ മാതാപിതാക്കളുണ്ട്, വാർദ്ധക്യ സഹജം ബാധിച്ച അച്ഛനും അമ്മയുമുണ്ട്. മണികണ്ഠൻ തൻ്റെ 2 കുഞ്ഞുങ്ങളെയും ഭാര്യയെയുമാണ് മുന്നിൽ നിർത്തിയത്. ഇവരെയെല്ലാം സംസാരിച്ചുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവരെക്കുറിച്ചെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതികൾ തങ്ങളുടെ ശിക്ഷയിൽ ഇളവ് വേണമെന്ന് പറഞ്ഞത്. ഇതിൽ വിജീഷ് എന്ന് പറയുന്ന പ്രതി താൻ തലശ്ശേരിക്കാരനാണ്, അതുകൊണ്ട് കണ്ണൂർ കോടതിയിലേക്ക് മാറ്റണം, ശിക്ഷയിൽ ഇളവ് വരുത്തണമെന്നുള്ളതാണ്. അതായത് ഒരു ഘട്ടത്തിൽ പോലും തങ്ങളാരും കുറ്റം ചെയ്തിട്ടില്ല എന്ന് മാർട്ടിൻ ഒഴികെ മറ്റൊരു പ്രതികളും പറഞ്ഞിട്ടില്ല എന്നുള്ളതും ഇവിടെ ശ്രദ്ധേയമാണ്. എന്തായാലും ഈ തെറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെയാണ് പൾസർ സുനി സംസാരിച്ചത്. പൾസർ സുനി പ്രായമായ അമ്മയുണ്ട് എന്നുള്ളത് മാത്രമാണ്, ശിക്ഷ ഇളവ് വരുത്തണമെന്നുള്ളത് മാത്രമാണ് പറഞ്ഞു വെച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. കോടതി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമായ കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സമൂഹത്തിന് വേണ്ടി വിധി എഴുതാൻ കോടതിക്ക് കഴിയില്ല എന്നുള്ളതായിരുന്നു. സമൂഹം പല തട്ടിലുള്ളതാണ്, അതുകൊണ്ട് തന്നെ പല അഭിപ്രായങ്ങൾ ഈ കേസിൽ സമൂഹത്തിനുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ നോക്കിക്കണ്ടതുമാണ്. അത് കോടതിക്ക് ഈ കേസിൽ വിധി എഴുതുമ്പോൾ അങ്ങനെ സമൂഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിധി എഴുതാൻ കഴിയില്ല. പ്രോസിക്യൂഷൻ അപ്പോൾ പറഞ്ഞ ഒരു മറുപടി എന്ന് പറയുന്നത് ഇത് തെറ്റായ സന്ദേശം നൽകും സമൂഹത്തിന്. ചെറിയ ശിക്ഷ നൽകിയാൽ അത് തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകുമെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. അവിടെയും കോടതി പറഞ്ഞത് പ്രോസിക്യൂഷനാണ് സമൂഹത്തിന് സന്ദേശം നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രോസിക്യൂഷൻ പരമാവധി കാര്യങ്ങളെല്ലാം തന്നെ അതിജീവിതയ്ക്ക് വേണ്ടി സംസാരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിപ്പുണ്ട്, ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് പ്രോസിക്യൂഷൻ വീണ്ടും കോടതിയിൽ ആവർത്തിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ 376D കൂട്ടബലാത്സംഗത്തിൽ അപ്പോഴും കോടതി ചോദിക്കുന്നു, ഒരാൾ മാത്രമല്ലേ, അതായത് 1-ാം പ്രതി മാത്രമായിരുന്നല്ലോ ഈ അതിജീവിതയെ ബലാത്സംഗം ചെയ്തത് എന്നുള്ളത് കോടതി ചോദിക്കുന്നു. അപ്പോൾ 2 മുതൽ 6 വരെയുള്ള പ്രതികൾ കൂട്ടുചേർന്നിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒത്താശ ചെയ്തില്ലെങ്കിൽ അതിജീവിതയെ ബലാത്സംഗം ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്നുള്ളത് പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിക്കുകയും ചെയ്താണ്. വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളാണ് ഇന്ന് കോടതിയിൽ നടന്നത് എന്നുള്ളതും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്.